ഹായ് ഓൾ, എൻസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം, ഇപ്പം ഓൾറെഡി ഒരുപാട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് വേക്കൻസീസ് ഒക്കെ ഇപ്പം ഓൾറെഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അത് ബേസ്ഡ് ഓൺ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. ഇത് ഒരു ഡിപ്ലോമ ലെവൽ എങ്കിലും ഒരു കണ്ടന്റ് ആയിരിക്കും പറയുന്നത്. ബട്ട് ITI ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാമിനും ഡിപ്ലോമ വരുന്നതും ഡിഗ്രി വരുന്ന എക്സാംസിനും എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആവുന്ന ടൈപ്പ് ഓഫ് ഒരു ടോപ്പിക്കാണ് ഞാൻ ഇന്ന് പറയുന്നത്. സോ വെൽക്കം ടു ദ സെഷൻ. നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ് വരുന്നത്. അതിൽ തന്നെ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പം അതിനെ അനലൈസ് ചെയ്യാൻ വേണ്ടി രണ്ട് ലോസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് കുളംസ് ലോയും രണ്ട് ഗോസസ് ലോയും. ഈ രണ്ട് ലോസ് ആണ് ഉള്ളത്. അപ്പം അതിൽ തന്നെ നമ്മളിന്ന് ഗോസസ് ലോയിനെ പറ്റിയും പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും പിന്നെ കുറച്ച് പൊട്ടൻഷ്യലിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്താണ് പൊട്ടൻഷ്യൽ എന്നൊക്കെ അതിനെ പറ്റി കാര്യങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് ഗോസ് ലോ? വൈ, വാട്ട്, ഹൗ എന്നാണ് നമ്മൾ ആദ്യം പറയുന്നത്. എന്താണ് ഗോസസ് ലോ? നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അതായത് ഒരു സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ഇലക്ട്രിക് ചാർജിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ് ബേസിക്കലി ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൽ ഒന്ന് രണ്ട് പാരാമീറ്റേഴ്സ് വരുന്നുണ്ട്. എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ആൻഡ് ഡി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഈ രണ്ട് പാരാമീറ്റേഴ്സും കണ്ടെത്താൻ വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ പറയുന്ന കുളംസ് ലോ എന്ന് പറയുന്നത് ഫോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് ഗോസസ് ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗോസ് ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കണ്ടെത്തുന്ന ഇ ആൻഡ് ഡിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു അൺനോൺ മീഡിയത്തിലുള്ള ഒരു ഇ ആൻഡ് ഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ആദ്യം അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറയുന്നതിന് മുന്നേ നിങ്ങൾക്ക് എന്താണ് അതിനെപ്പറ്റി ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. എന്താണ്? ഇപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ക്ലോസ്ഡ് സർഫസ് ഓക്കെ, അതിനൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്കൊരു കുപ്പിയിൽ ഫുൾ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. ആ കുപ്പിയിൽ ഞാൻ നിറഞ്ഞ് ഇരിക്കുന്ന വെള്ളം ഞാൻ കമത്തി കളയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ആ വെളിയിലേക്ക് വരുന്ന എമൗണ്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ അകത്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടറിന് ഈക്വൽ ആയിരിക്കുമല്ലോ, അല്ലേ? ഈ ഒരു സെയിം കോൺസെപ്റ്റ്, അതായത് ഒരു കുപ്പിയിൽ നിന്ന് വെളിയിലേക്ക് പോകുന്ന വാട്ടർ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തിരിക്കുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ തന്നെയായിരിക്കും. ആ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ യൂസ് ചെയ്യുന്നത്. ഒരു ക്ലോസ്ഡ് ഒരു വോളിയം ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു ക്ലോസ്ഡ് വോളിയം ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ക്ലോസ്ഡ് വോളിയത്തിൻ്റെ സർഫസിൽ കൂടി വെളിയിലേക്ക് വരുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് വെളിയിലേക്ക് വരുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ സർഫസിന് അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും. സോ ഞാനിതിനെ ക്യൂ എൻക്ലോസ് എന്ന് വിളിക്കുകയാണ്. അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഞാൻ ക്യൂ എൻക്ലോസ്ഡ് എന്ന് വിളിക്കുകയാണ്. വെളിയിലേക്ക് വരുന്ന ഫ്ലക്സിനെ ഞാൻ ഫൈ എന്ന് വിളിക്കുകയാണ്. സോ ഫൈ വിൽ ബി ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അതായത് വെളിയിലേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആണ് എന്നാണ് ഗോസസ് ലോ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ PSCക്ക് ഇതിനെപ്പറ്റി ഡെഫിനിഷനായിട്ടും ഇക്വേഷനായിട്ടും എല്ലാം പലതവണ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഈ ഗോസസ് ലോനെ പറ്റി. അതിൻ്റെ ഡെഫിനിഷൻ, അതായത് ഇതിൻ്റെ ഡെഫിനിഷൻ തന്നിട്ട് ഇത് എന്താണ് പറയുന്നത്, ഇതിൻ്റെ ഈ ലോൻ്റെ പേരെന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു ലോ തന്നിട്ട് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ പലതവണ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഗോസസ് ലോ എന്ന് പറയുന്നത്. അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ ത്രൂ എ ക്ലോസ്ഡ് സർഫസ്, അതാണ് ഞാൻ പറഞ്ഞത്, ഈ സർഫസിൽ കൂടി വെളിയിലേക്ക് വരുന്ന ടോട്ടൽ ഫ്ലക്സ് coming from closed surface is equal to the ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ടോട്ടൽ ചാർജ്, ഇതാണ് അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത്. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. സോ ഇതാണ് ഗോസസ് ലോ പറഞ്ഞു വെച്ചത്. അതായത് ക്ലോസ്ഡ് സർഫസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സർഫസിൽ കൂടി വെളിയിലേക്ക് വരുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഗോസസ് ലോ പറഞ്ഞു വെക്കുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് മാത്തമാറ്റിക്കലി നമുക്കൊന്ന് നോക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ ഒരു ക്ലോസ്ഡ് സർഫസ് എന്ന് വിചാരിക്കുക. ഈ ഒരു P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എനിക്ക് കണ്ടെത്തണം. എങ്ങനെ കണ്ടെത്തും? അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്തു? ഞാൻ XYZ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഞാൻ കൺസിഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ ഡെഫിനേഷൻ എന്താണ്? അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണ്? ഈ P എന്ന് പറയുന്ന പോയിന്റിൽ
ക്യൂ എന്ന് പറയുന്ന ചാർജ് കാരണം ഈ ക്യൂ എന്ന് പറയുന്ന ചാർജ് കാരണം പി എന്ന് പറയുന്ന പോയിന്റിലെ ഡി കണ്ടെത്തുക, അതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മളത് എങ്ങനെ കണ്ടെത്തും? നമ്മൾ ഗോസ് ലോ എടുക്കുകയാണ്. ഗോസ് ലോ പറഞ്ഞെന്താ? ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് അകത്തിരിക്കുന്ന ചാർജിന് ഈക്വൽ ആണ്. സോ ഇതാണ് ഫൈ ആണ് നമ്മുടെ ടോട്ടൽ ഫ്ലക്സ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ്, അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജിന് ഈക്വൽ. ഇനി നമുക്ക് ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ജസ്റ്റ് ഒന്ന് നമുക്ക് എലാബറേറ്റ് ചെയ്ത് നോക്കാം. സോ ഫൈ നമുക്ക് ടോട്ടൽ ഫ്ലക്സിൽ എന്ത് പറയാൻ സാധിക്കും? സർഫസ് ഇൻറ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് പറയാൻ സാധിക്കത്തില്ലേ? അതെന്താ പറയുന്നത്? ഞാൻ ദേ ഇവിടെ ഒരു സ്മോൾ റീജിയൻ ഡി എസ് എന്ന് പറയുന്ന സ്മോൾ റീജിയൻ ഞാൻ എടുത്തു. ഇവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റീനെ ഞാൻ ഡി എന്ന് എടുത്തു. അതായത് ഈ റീജിയനിൽ കൂടി വെളിയിലേക്ക് പോകുന്ന ഫ്ലക്സിനെ ഞാൻ ഡെൻസിറ്റി ഡി എന്ന് പറഞ്ഞ് ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, സോ ഈ റീജിയനിൽ ഡി എസ് എന്ന് പറയുന്ന റീജിയനിൽ ഡി എന്ന് പറയുന്ന ഡെൻസിറ്റി ആണെന്നുണ്ടെങ്കിൽ ഈ ടോട്ടൽ സർഫസിൽ എന്തായിരിക്കും ഉണ്ടാവുക? ഞാൻ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണ്ടേ? ഈ ഡീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ കംപ്ലീറ്റ് സർഫസിൽ കൂടി പോകുന്നത് നമുക്ക് കിട്ടത്തില്ലേ? കംപ്ലീറ്റ് സർഫസിൽ കൂടെ പോകുന്നത് കിട്ടുമല്ലോ. സോ ഞാൻ ഈ ടോട്ടൽ ഫൈ എന്ന് പറയുന്നത് ഈ സ്മോൾ റീജിയനിൽ ഡി ആണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ സർഫസിൽ ഇവിടെ പോകുന്ന ചാർജ് എന്ന് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ആയിരിക്കും. സോ ടോട്ടൽ ഫ്ലക്സ് ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്നെനിക്ക് എഴുതാൻ സാധിക്കും. സോ ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ആണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് ചാർജ് എൻക്ലോസ്ഡ്, അതായത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ്. അതിന് ഞാൻ ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി, റോ വി വോളിയം ചാർജ് ഡെൻസിറ്റി, വോളിയം ചാർജ് ഡെൻസിറ്റി, അതായത് ഇതിൻ്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ഇൻ ടേംസ് ഓഫ് വോളിയം ഞാൻ പറയുകയാണ്. സോ ഇതിനെ ഞാൻ ഒരു ഡി വി എന്ന് പറയുന്ന സ്മോൾ വോളിയം എടുത്തു. അവിടെ റോ വി എന്ന് പറയുന്ന ചാർജാണ് ഇരിക്കുന്നത് വിചാരിക്കും. ഈ സ്മോൾ ഡി വി എന്ന് പറയുന്ന വോളിയത്തിൽ റോ വി ആണ് ഇരിക്കുന്നതെങ്കിൽ ടോട്ടലിനകത്ത് എന്തായിരിക്കും ഇരിക്കുക? ഇവനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ പോരെ. സോ ഇൻ്റഗ്രൽ റോ വി ഡി വി ചെയ്യുമ്പോഴേക്കും എനിക്ക് ടോട്ടൽ ചാർജ് കിട്ടി. സോ ഇതിൻ്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് വോളിയം ഇൻ്റഗ്രൽ റോ വി ഡി വി എന്നെനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡും ഞാൻ ഡിറൈവ് ചെയ്തു. അത് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാൻ സാധിക്കും? അപ്പോൾ സോ ക്യൂ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ വി ഡി വി എന്നെനിക്ക് എഴുതാൻ സാധിക്കും. ബട്ട് ഇവിടെ നോക്കുക, സർഫസ് ഇൻ്റഗ്രലാണ് വോളിയം ഇൻ്റഗ്രലാണ്. അപ്പോൾ കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഞാൻ ഇവിടെ ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ് ഞാൻ കോൾ ചെയ്യുകയാണ്. സോ ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഞാൻ ഡൈവേർജൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? എനിക്ക് ഈ ഒരു സർഫസ് ഇൻ്റഗ്രലിനെ എനിക്ക് വോളിയം ഇൻ്റഗ്രലായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഡൈവേർജൻസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് സർഫസ് ഇൻ്റഗ്രലിനെ മാറ്റി വോളിയം ഇൻ്റഗ്രലാക്കുകയാണ്. സോ സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി വി എന്നെനിക്ക് പറയാൻ സാധിക്കും. സോ സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഇസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി വി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഒരു ഇക്വേഷനെ ഞാൻ ഈ ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. എനിക്ക് ഇനി ഇത് രണ്ടും എനിക്ക് കമ്പയർ ചെയ്യാമല്ലോ. അപ്പോൾ വോളിയം ഇൻ്റഗ്രൽ റോ വി ഡി വി ഈസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ ഡെൽ ഡോട്ട് ഡി ഡി വി എന്നെനിക്ക് എഴുതാൻ സാധിക്കും, കമ്പയർ ചെയ്യാൻ സാധിക്കും. സോ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി എന്ന് കിട്ടത്തില്ലേ? സോ റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ റോ വി എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്തിരിക്കുന്ന ടോട്ടൽ ചാർജാണ് റോ വി എന്ന് പറയുന്നത്. സോ ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്നാണ് നമ്മൾ ഗോസസ് ലോയിൽ പഠിച്ചിരിക്കുന്നത്. ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നത് എന്താ? ഡൈവേർജൻസ് ഓഫ് ഡി എന്നാണ് നമ്മൾ മാത്തമാറ്റിക്കലി അതിനെ പറയുന്നത്. ഡെൽ ഡോട്ട് ഡി മീൻസ് ഡൈവേർജൻസ് ഓഫ് ഡി എന്നാണ് വിളിക്കുന്നത്. ഡൈവേർജൻസ് വെച്ചാൽ എന്താ? നമ്മൾ കൺവേർജൻസ് ഡൈവേർജൻസ് പഠിച്ചിട്ടുണ്ട്. ഡൈവേർജൻസ് എന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിനാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. കൺവേർജ് ചെയ്യാൻ മീൻസ് നമുക്ക് ഒരു ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുവാണെങ്കിൽ ഡൈവേർജ് എന്നും ഇതിങ്ങനെ പോവുകയാണെങ്കിൽ കൺവേർജ് ചെയ്ത് പോകാമെന്നും പറയാൻ സാധിക്കും അല്ലേ? അപ്പോൾ ഡൈവേർജ് ചെയ്ത് പോകുന്ന ഡി, ഡെൽ ഡോട്ട് ഡി മീൻസ് ഡൈവേർജൻസ് ഓഫ് ഡി, വെളിയിലേക്ക് പോകുന്ന ഡി, ദാറ്റ് ഈസ് വെളിയിലേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സിന് നമുക്ക് പറയാൻ സാധിക്കും. സോ റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതാണ് നമ്മുടെ ഗോസസ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ
റോ വി എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നതാണ് ഗോസ് ലോയുടെ ഡെഫിനിഷനും അതാണ് മാത്തമാറ്റിക്കൽ ഫോം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മാക്സ്വെൽസിൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. ഇത് രണ്ട് തരത്തിൽ പറയാൻ പറ്റും നമുക്ക്. എങ്ങനെയൊക്കെയാണ്? ഒന്ന് ഇൻ്റഗ്രൽ ഫോമും ഒന്ന് ഡിഫറൻഷ്യൽ ഫോമും. ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് ഈക്വൽ ടു വോളിയം ഇൻ്റഗ്രൽ റോ വി ഡി വി ആണ് നമ്മുടെ ഇൻ്റഗ്രൽ ഫോം എന്ന് പറയുന്നത്. ആൻഡ് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത് നമ്മൾ അവസാനം എഴുതി വെച്ചതാണ്. നമ്മുടെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത് റോ വി ഈസ് ഈക്വൽ ടു ഡെൽ ഡോട്ട് ഡി എന്ന് പറയുന്നതാണ് ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. സോ ഇതാണ് ഗോസസ് ലോയുടെ ആപ്ലിക്കേഷൻ, ഐ മീൻ ഡെഫിനിഷൻ ആൻഡ് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ്ലി പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇത്. സോ കൃത്യമായിട്ട് ഇതിൻ്റെ ഡെഫിനിഷൻ ആവട്ടെ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആവട്ടെ, മാത്തമാറ്റിക്കൽ ഇക്വേഷൻ രണ്ട് തരത്തിൽ എങ്ങനെയൊക്കെയാണ് ഇൻ്റഗ്രൽ ഫോമിലും ഡിഫറൻഷ്യൽ ഫോമിലും നിങ്ങൾ പഠിച്ചു വെക്കണം. സോ ഇത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയത് എന്താ, ഇത് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നതാണ് പറഞ്ഞു തുടങ്ങിയത്, ഇ ആൻഡ് ഡി കണ്ടെത്താൻ വേണ്ടിയതാണ് പറഞ്ഞു തുടങ്ങിയത്. അത് എങ്ങനെ കണ്ടെത്താമെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, എനിക്കൊരു പോയിൻറ്റ് ചാർജ് ഇങ്ങനെ ഇരിക്കുക. ഈ ഒരു പോയിൻറ്റ് ചാർജ് കാരണം എഗെയിൻ ഈ ഒരു പിയിലുണ്ടാവുന്ന ഡി എനിക്ക് കണ്ടെത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഒരു ഫ്രീ സ്പേസ് ഇങ്ങനെ ഇരിക്കുക. അതിൽ ഇതാണ് എൻ്റെ ക്യൂ എന്ന് പറയുന്നത്, ഇതാണ് പി എന്ന് പറയുന്നത്. ഈ പിയിലാണ് കണ്ടെത്തുന്നത്. എന്ത് ചെയ്യണം? അപ്പോൾ ഞാൻ ചെയ്യേണ്ടത്, നമ്മൾ പറഞ്ഞെന്താ, ഒരു ക്ലോസ്ഡ് സർഫസ് അല്ലേ. അപ്പോൾ ഞാൻ ഈ പോയിൻ്റ് ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ പാരാമീറ്ററായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതാണ് പി, ഇതാണ് ക്ലോസ്ഡ് സർഫസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ക്ലോസ്ഡ് സർഫസിൻ്റെ അകത്തായിരിക്കും ഈ ക്യൂ എന്ന് പറയുന്നത് ചാർജ് ഇരിക്കുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് പി എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് നമ്മുടെ ക്യൂ എന്ന് പറയുന്ന ചാർജ്. ആൻഡ് ഈ ഒരു പിയിൽ ഡി ആണ് എനിക്ക് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നത്? ഞാൻ ആദ്യം ഈ ഡീനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഡി ഈസ് ഈക്വൽ ടു ഡി ആർ എ ആർ എന്ന് ഒരു സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഞാൻ ഡിഫൈൻ ചെയ്ത് വെച്ചു. ദെൻ നമുക്കിനി ഇതിനകത്ത് ഗോസസ് ലോ അപ്ലൈ ചെയ്യാം. ഗോസസ് ലോ എന്തായിരുന്നു? ടോട്ടൽ ചാർജ് എന്ന് പറയുന്നതായിരിക്കും വെളിയിലോട്ട് പോകുന്ന ടോട്ടൽ ഫ്ലെക്സ് എന്ന് പറയുന്നത് അല്ലേ. സോ ക്യൂ ഈസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ്. ഈ ഡിക്ക് എനിക്ക് ഈ ഒരു ഡി എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ ഡി ആർ സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് എന്നെനിക്ക് എഴുതാൻ സാധിക്കും. ഞാൻ നേരെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴേക്കും ഡി ആർ സർഫസ് ഇൻ്റഗ്രൽ ഡി എസ്. സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ എന്നല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി എസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ടോട്ടൽ സർഫസ് ഏരിയ ആണ് എനിക്ക് കിട്ടുന്നത് അല്ലേ. ഒരു സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? ഒരു സ്ഫിയറിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ് അല്ലേ. സോ ഡി ആർ ഇൻറ്റു 4πr². സോ ക്യൂ ഈസ് ഈക്വൽ ടു ഡി ആർ 4πr² എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. ആൻഡ് ദാറ്റ് ഡി വിൽ ബി ഈക്വൽ ടു എന്ത് വരും? ക്യൂ ബൈ 4πr². ഓക്കെ, 4πr² എന്നെനിക്ക് പറയാൻ സാധിക്കും. സോ വളരെ രണ്ട് സ്റ്റെപ്പ് കൊണ്ട് ഒരു പോയിന്റ് ചാർജ് ഒരു പോയിന്റിലുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എനിക്ക് ഡിഫൈൻ ചെയ്ത് എഴുതാൻ സാധിച്ചു. ഡി ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πr² എന്ന് എനിക്ക് എഴുതാൻ സാധിച്ചു. അപ്പോൾ ഈ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഈ വിൽ ബി ഈക്വൽ ടു, അതിൻ്റെ കൂടെ ഒരു ഇക്വേഷൻ പറയാം. ഇതും PSCക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഡി ആൻഡ് ഇ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ. ഡി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഡി എന്ന് പറയുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഇ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. എപ്സിലോൺ എന്താണ്? എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു മെറ്റീരിയലിന് എത്രത്തോളം ഇലക്ട്രിക് ഫ്ലക്സിനെ ഹോൾഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ട്. ഒരു ഇലക്ട്രിക് ഫ്ലക്സിനെ ഹോൾഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ നോട്ട് ഇ ആണ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യം, അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇ വിൽ ബി ഈക്വൽ ടു ഡി ബൈ എപ്സിലോൺ നോട്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു ക്യൂ ബൈ 4πr² എപ്സിലോൺ നോട്ട്.
സോ ഇതാണ് ഇയുടെ ഇക്വേഷൻ. നമുക്ക് ഡയറക്റ്റ്ലി ഒന്നോ രണ്ടോ സ്റ്റെപ്പിൽ നിന്ന് തന്നെ ഇ ആൻഡ് ഡി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു സിലിണ്ടറിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നോക്കാം. ഒരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇൻഫിനിറ്റ് ഇതാണ് നമ്മുടെ ലൈൻ ചാർജ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈൻ ചാർജ് കാരണം ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി കണ്ടെത്താൻ വേണ്ടി ചോദ്യം ചോദിക്കണം. അപ്പോൾ അതെങ്ങനെ കണ്ടെത്താൻ സാധിക്കും? ഞാനതിനെ ഒരു സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നു. സെൻട്രൽ നിന്ന് റോ എന്ന് പറയുന്ന ലെങ്ത് മേക്ക് ചെയ്യുകയാണെന്ന് ഞാൻ പറയുന്നു. ആ സിലിണ്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് എൽ ആണെന്ത്, ഇതാണ് എൽ എന്ന് പറയുന്നു, ഇത് റോ എന്ന് പറയുകയാണ്. ഞാനതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഡി ഞാൻ ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഡീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഡി ഈസ് ഈക്വൽ ടു ഡി റോ എ റോ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. നേരെ ഗോസ് ലോ അപ്ലൈ ചെയ്യുകയാണ്. ക്യൂ ഇസ് ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോട്ട് ഡി എസ് എന്ന് എഴുതുകയാണ്. നേരെ ഈ ഡി എടുത്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഡി റോ സർഫസ് ഇൻ്റഗ്രൽ ഡി എസ് എന്ന് എനിക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ടോട്ടൽ സർഫസ് ഏരിയ. ഒരു സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ എന്താ? 2π റോ എൽ എന്നെനിക്ക് 2π ആർ എൽ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. റോ എന്ന് പറയുന്നതാണ് റേഡിയസ് എന്ന് പറയുന്നത്, എൽ എന്ന് പറയുന്നതാണ് അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. സോ ഡി ആർ ഈസ് ഈക്വൽ ടു Q is equal to dr into 2π rho L എന്ന് എനിക്ക് Qനെ എഴുതാൻ സാധിക്കും. ദാറ്റ് ഈസ് D will be equal to Q divided by 2π rho L. ഇതാണ് ഡിയുടെ ഇക്വേഷനും കൂടെ വരുന്നത്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഡിയുടെ ഇക്വേഷൻ. ആൻഡ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഇ ഓൾസോ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഗോസ് ലോൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഗോസ് ലോ എന്താണ്, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷനും കൂടെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. അതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത് അറിയാൻ വേണ്ടിയാണ് ഈ രണ്ട് ആപ്ലിക്കേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഗോസ് ലോയെ പറ്റി പഠിച്ചു, ഇ പഠിച്ചു, ഡി പഠിച്ചു അല്ലേ. അപ്പോൾ ഞാനിനി ഒരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കുക, എനിക്കിവിടെ ഇ എന്ന് പറയുന്ന ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഞാൻ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചു. എന്നിട്ട് എനിക്ക് ഈ ഒരു ചാർജിനെ ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഈ ഒരു ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കണം. അപ്പോൾ എന്തായിരിക്കും, ഇവൻ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എനിക്ക് ഇലക്ട്രിക് ചാർജിനെ ഒരു പോയിന്റ് ചാർജിനെ മൂവ് ചെയ്യിക്കണം. എന്തായിരിക്കും സംഭവിക്കുക? ഇവിടെ ഓൾറെഡി ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഫ്ലക്സിൽ കൂടി വേണം എയിൽ നിന്ന് ബിയിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ എന്ത് വേണം അവിടെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ അവൻ അവിടെ നിന്ന് മൂവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അല്ലേ. അത് മാത്രമല്ല, ഈവൻ ഈ ഒരു ചാർജ് ഈ ഫ്ലക്സിൽ കൂടി മൂവ് ചെയ്യുമ്പോൾ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യില്ലേ. ഈ ഒരു ഇലക്ട്രിക് ഫ്ലക്സ് കാരണം ഈ ഒരു എ എന്ന് പറയുന്ന പോയിന്റിലിരിക്കുന്ന ചാർജിന് ഒരു ഫോഴ്സ് ഫീൽ ചെയ്യുമല്ലോ. അത് നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ആ ഫോഴ്സ് നമുക്ക് എഴുതാം എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ. ദാറ്റ് ഈസ് ഈ ക്യൂവിൻ്റെ വാല്യൂ ഇൻറ്റു ഇൻ്റെ വാല്യൂ. ഇതായിരിക്കും ഈവൻ ശരിക്കും ഫീൽ ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു ഇലക്ട്രിക് പോയിന്റ് ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൂടി ഫ്ലോ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവനൊരു ഫോഴ്സ് ഫീൽ ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ബിറ്റ്വീൻ ഇലക്ട്രിക് ചാർജ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ എഫ് ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഇ എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഫോഴ്സിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം, വർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഇപ്പോൾ എ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്താൻ വേണ്ടി. ആ ഒരു വർക്ക് ചെയ്ത ഒരു എക്സ്റ്റേണൽ ഏജൻസി ആയിരിക്കും ആ ഒരു വർക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന നെഗറ്റീവ് എന്ന് പറയുന്ന സൈൻ നമുക്ക് അവിടെ ഇടാൻ സാധിക്കും. അതായത് ആ ഒരു ഫോഴ്സിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് വേണം ആ എൻറ്റിറ്റിക്ക് ആ ഒരു ഫീൽഡിൽ കൂടി മൂവ് ചെയ്ത് ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് എത്താൻ വേണ്ടി. അപ്പോൾ എഫ് വിൽ ബി ഈക്വൽ ടു മൈനസ് ക്യൂ ഇൻറ്റു ഇ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മൈനസ് സൈൻ നമ്മളവിടെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി നമുക്ക് നോക്കുമ്പോൾ എന്താ, എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സർട്ടൺ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്താൽ മാത്രമേ സാധിക്കത്തുള്ളൂ അല്ലേ. ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എയിൽ നിന്ന് ബിയിലോട്ട് എത്താൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ടോട്ടൽ വർക്കിന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എങ്ങനെ പറയാൻ സാധിക്കും? നമുക്ക് ഓൾറെഡി എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഒരു മൈനസ് വരാൻ കാരണം ഈ ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ഈ പറയുന്ന നെഗറ്റീവ് വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ആ ഫോഴ്സിനെ ഓവർകം ചെയ്ത് എയിൽ നിന്ന് ബിയിലോട്ട് എത്താൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജൻസിയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൈനസ് സൈൻ നമുക്ക് ഇടാൻ സാധിക്കും. സോ അപ്പോൾ ഒരു മൈനസ്
ക്യൂ ഇൻറ്റു ഇ എന്നൊക്കെ പറയാൻ സാധിക്കുമല്ലോ. അതായിരിക്കും ആ ടോട്ടൽ ഒരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ നിന്ന് കൺസിഡർ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഡി എൽ എന്ന് പറയുന്ന സ്മോൾ റീജിയൻ എടുക്കുകയാണ്. ഡി എൽ എന്ന് പറയുന്ന സ്മോൾ റീജിയൻ. അപ്പോൾ ആ ഡി എൽ എന്ന് പറയുന്ന റീജിയനിൽ വേണ്ടി വരുന്ന വർക്ക് എന്താ, അതിന് ഞാൻ ഡി ഡബ്ല്യു എന്ന് ഞാൻ വിളിക്കുകയാണ്. അതായത് ഈ എ ബി എന്ന് പറയുന്ന പാത്രത്തിലൊരു സ്മോൾ റീജിയനാണ് ഡി എൽ എന്ന് പറയുന്നത്. അവിടുത്തെ വർക്കിനെ ഞാൻ ഡി ഡബ്ല്യു എന്ന് ഞാൻ വിളിക്കുകയാണ്. അപ്പോൾ ആ ഡി ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു മൈനസ് എഫ് ഡോട്ട് ഡി എൽ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ദാറ്റ് ഈസ് ആ റീജിയനിൽ വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് മൈനസ് എഫ് ഡോട്ട് ഡി എൽ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. എനിക്ക് ഈ എഫിനെ ഇവിടുത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു എന്താ, മൈനസ് ക്യു ഇ ഇൻറ്റു ഡി എൽ എന്നെനിക്ക് എഴുതാൻ സാധിക്കും. സോ ഈ ഒരു ഡി എൽ എന്ന് പറയുന്ന റീജിയണിലെ വർക്ക് എന്ന് പറയുന്നത് മൈനസ് ക്യു ഇ ഇൻറ്റു ഡി എൽ ആണ് ആ സ്മോൾ റീജിയനിലെ വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പം ടോട്ടൽ വർക്ക് എന്തായിരിക്കും, അതായത് എയിൽ നിന്ന് ബിയിലോട്ട് പോകേണ്ട വർക്ക് എന്തായിരിക്കും, ഞാൻ ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു. ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോഴേക്കും ടോട്ടൽ വർക്ക് ഡബ്ല്യു വിൽ ബി ഈക്വൽ ടു എങ്ങനെ വരും, ഇൻറ്റഗ്രൽ മൈനസ് ക്യു ഇ ഇൻറ്റു ഡി എൽ. ചാർജ് കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ വെളിയിലോട്ട് എടുക്കുന്നു. സോ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യു ഇൻറ്റു എ ടു ബി ഇ ഡോട്ട് ഡി എൽ എന്നെനിക്ക് എഴുതാൻ സാധിക്കും. സോ ടോട്ടൽ വർക്ക് വിൽ ബി ഈക്വൽ ടു മൈനസ് ക്യു ഇൻറ്റു ഇൻറ്റഗ്രൽ എ ടു ബി ഇ ഡോട്ട് ഡി എൽ. സോ ഇതാണ് ടോട്ടൽ വർക്ക്. ഒരു പോയിന്റ് ചാർജിന് എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് മൈനസ് ക്യൂ ഇൻറ്റു ഇൻറ്റഗ്രൽ എ ഡോട്ട് ഡി ഇ ഡോട്ട് ഡി എൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇതിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ അതായത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു പോയിന്റ് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ടോട്ടൽ വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ മനസ്സിലാക്കുക, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു പോയിന്റ് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന വർക്കിനെയാണ് നമ്മൾ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പോയിന്റ് ചാർജ് കേസ് പറഞ്ഞു. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാം. അപ്പോൾ വർക്ക് ബൈ ചാർജ്, ഒരൊറ്റ ചാർജ് നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രാക്ടിക്കലി പറയുമ്പോൾ ഇങ്ങനെ സ്പേസ് ഇരിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടം ചാർജസ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് ഒരു ചാർജിൻ്റെ കേസ് പറയുമ്പോൾ വർക്ക് ബൈ ചാർജ്. അപ്പോൾ വർക്ക് ബൈ ചാർജ് എന്ന് പറയുന്നതാണ് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പോയിന്റ് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ടോട്ടൽ വർക്കിനെയാണ് നമ്മളപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി വർക്ക് ബൈ ചാർജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ചാർജ്. ഒരു ചാർജിന് വേണ്ടി വരുന്ന ടോട്ടൽ വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് മൈനസ് ക്യൂ ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ ആണ്. അപ്പോൾ വർക്ക് ബൈ ക്യൂ ആണ് പൊട്ടൻഷ്യൽ, ഡിവൈഡ് ബൈ ക്യൂ ചെയ്തു, ക്യൂവും ക്യാൻസലായി. സോ എന്ത് വരും, പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു മൈനസ് ഇ ഡോട്ട് ഡി എൽ. ഓക്കെ, സോ പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ഇ ഡോട്ട് ഡി എൽ എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ അതാണ് ഈ പറയുന്ന ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ബേസിക്കലി. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇ എം എഫ് എന്നൊക്കെ ഇലക്ട്രിക്കലിൽ പഠിക്കുന്നുണ്ട്. എന്നാൽ അപ്പോൾ ആ ഇ എം എഫ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് മൂവ് ചെയ്യാൻ വേണ്ടി വരുന്ന ടോട്ടൽ വർക്കിനെയാണ്, ഒരു ചാർജിന് വേണ്ടി വരുന്ന വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇമ്പോർട്ടൻ്റ് കോൺസെപ്റ്റ് ആണ്. നമ്മുടെ ഇലക്ട്രിക്കൽ എനർജിയുടെ ഏറ്റവും ബേസിക് ആണ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ട്രാവൽ ചെയ്യണമെങ്കിലുള്ള ടോട്ടൽ വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ അതിൻ്റെ യൂണിറ്റ് നമുക്കറിയാം, വോൾട്ട് ആണ് എന്ന് നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്, അല്ലേ? സോ വോൾട്ട് ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ വർക്ക് ബൈ ചാർജ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുന്നുണ്ട്. വർക്ക് എന്താ, ജൂൾ, ചാർജ് എന്താ, കുളമ്പ്. സോ ജൂൾസ് പെർ കുളമ്പ് എന്ന് പറയുന്ന യൂണിറ്റ് കൊണ്ട് ഇത് PSCക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താ, ജൂൾസ് പെർ കുളമ്പുമുണ്ട്, വോൾട്ടുമുണ്ട്. ഓക്കെ, ജൂൾസ് പെർ കുളമ്പും വോൾട്ടും നമുക്ക് അതിൽ പറയാൻ സാധിക്കും. ഓക്കെ,
സോ നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ എന്നൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുകയാണ്. സോ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പോയിന്റ് ചാർജിന് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് പോകാനുള്ള ആ ഒരു വർക്കിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേ ഞാൻ എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തു, അതിനെ VAB എന്ന് പൊട്ടൻഷ്യൽ ഞാൻ എടുക്കുകയാണ്. ഞാൻ തിരിച്ച് ബിയിൽ നിന്ന് എയിലേക്ക് ട്രാവൽ ചെയ്തു, അതിനെ ഞാൻ -VBA എന്ന് ഞാൻ വിളിക്കുകയാണ്. ഓക്കെ, -VBA. സോ VABA ഉണ്ട്, -VBA ഉണ്ട്. VAB എന്ന് പറയുന്നത് A to B ട്രാവൽ ചെയ്യാൻ വേണ്ടി വരുന്ന വർക്കാണ്. VBA എന്ന് പറയുന്നത് B to A ആണ്. അപ്പോൾ ഞാനിതിനെ മോഡിഫൈ ചെയ്യുകയാണ്. VABയെ നേരെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്നു. VAB + VBA ഈസ് ഈക്വൽ ടു എന്താ, അതൊരു ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 അല്ലേ. ഞാൻ നേരെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എന്താ, -E.dl അല്ലേ. -E.dl ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരു ക്ലോസ്ഡ് പാത്ത് ആണെന്നുണ്ടെങ്കിൽ, ഒരു പോയിന്റ് ചാർജ് ഒരു ക്ലോസ്ഡ് പാത്തിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇവിടെ നോക്കി A to B B to A ഒരു ക്ലോസ്ഡ് പാത്തല്ലേ, ഒരു പോയിന്റ് ചാർജ് ഒരു ക്ലോസ്ഡ് പാത്തിൽ മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഒരു പോയിന്റ് ചാർജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പോയിന്റ് ചാർജ് ഒരു ക്ലോസ്ഡ് പാത്തിൽ മൂവ് ചെയ്യുമ്പോൾ അവിടെ വേണ്ടി വരുന്ന ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0. അതായത് ഒരു ക്ലോസ്ഡ് പാത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യേണ്ട, അവൻ ആ വർക്കൊന്നും ഇല്ലാതെ തന്നെ നമുക്കവിടെ അവന് ഫ്ലോ ചെയ്ത് പോകാൻ സാധിക്കും എന്നാണ് നമ്മൾ പറയുന്നത്. ദാറ്റ് മീൻസ് E.dl വിൽ ബി ഈക്വൽ ടു 0. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു സ്റ്റോക്സ് തിയറം വെക്ടർ കാൽക്കുലസിൻ്റെ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് E ഈക്വൽ ടു 0 എന്നെനിക്ക് എഴുതാൻ സാധിക്കും. ഡെൽ ക്രോസ് E ഈക്വൽ ടു 0 ദാറ്റ് ഈസ് വെക്ടർ കാൽക്കുലസ് നമ്മൾ പഠിക്കുന്നതാണ്. ഡെൽ ക്രോസ് E ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഈ ക്രോസ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു റൊട്ടേറ്റിംഗ് വെക്ടറിനെയാണ് അവൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രോസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അവൻ റൊട്ടേറ്റിംഗ് അല്ല, ഈ റൊട്ടേഷനിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഡെൽ ക്രോസ് ഈക്വൽ ടു 0 മീൻസ് അത് ഈ റൊട്ടേഷനിലാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ റൊട്ടേഷനിൽ അല്ലെങ്കിൽ കൺസർവേറ്റീവ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. സോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഈ റൊട്ടേഷനിലാണ്. അതായത് ഈ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് എന്ന് പറയുന്ന റൊട്ടേഷനിലല്ല, അതിങ്ങനെ പാരലായിട്ടായിരിക്കും പോകുന്നത്, ഇങ്ങനെ പാരലായിട്ടായിരിക്കും പോകുന്നത്. അവനൊരിക്കലും ഒരു റൊട്ടേഷണൽ വെക്ടർ അല്ല എന്നാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് നമ്മൾ പറഞ്ഞ് സ്ഥാപിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇത്രയും ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഈ ഒരു സെഷൻ കൊണ്ട് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഒരു ലോ, ഗോസ് ലോ എന്ന് പറയുന്ന ലോയും, ദെൻ എന്താണ് പൊട്ടൻഷ്യൽ. ഈ ഒരു പൊട്ടൻഷ്യൽ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ബാക്കി ഇപ്പോൾ മെഷീൻസ് ആവട്ടെ, പവർ സിസ്റ്റം ആയിക്കോട്ടെ, നെറ്റ്വർക്ക്സ് ആയിട്ടുള്ള എല്ലാം നമ്മുടെ ഇലക്ട്രിക്കൽ ബേസ് ചെയ്തിട്ടുള്ള എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പൊട്ടൻഷ്യലിൻ്റെ കോൺസെപ്റ്റ് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുള്ളൂ. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഇലക്ട്രിക് പോയിന്റ് ചാർജിന് മൂവ് ചെയ്യാൻ വേണ്ടി ടോട്ടൽ വർക്കിനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേച്ചറും കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എന്ന് പറയുന്നത് ഒരു ഇറൊട്ടേഷനിലാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ഇതാണ് ഏറ്റവും ബേസിക്, നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ബാക്കി സബ്ജക്റ്റുകളൊക്കെ നോക്കുമ്പോഴേക്കും നമുക്ക് പറയാം. സോ ഇത്രയാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പം ഈ ഒരു സെഷൻ കൊണ്ട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ ഇതൊരു ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, ഇത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ബേസ് ആയിട്ടുള്ള എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഇതിപ്പം ഓപ്പറേറ്റർ ആയിക്കോട്ടെ, ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, സബ് ആയിക്കോട്ടെ, ഈ ആയിക്കോട്ടെ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരുന്നൊരു ടോപ്പിക്കാണ്. കാരണം ജനറൽ ടോപ്പിക്കാണിത്. അപ്പോൾ ഈ ടോപ്പിക്ക് ഇപ്പോൾ പറഞ്ഞതിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട്സ് ഒക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആൻഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സസിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ, എൻക്വയറി കാര്യങ്ങൾ, ഡൗട്ട്സോ കോഴ്സസിനെ പറ്റിയോ എക്സാംസിനെ പറ്റിയോ സബ്ജക്റ്റിനെ പറ്റി എന്ത് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഒരുപാട് ഇലക്ട്രിക്കൽ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഇലക്ട്രീഷ്യൻ, ഓപ്പറേറ്റർ, ലൈൻമാൻ, സബ്, അങ്ങനെയൊക്കെ ഒരുപാട് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓൾറെഡി നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. സോ ഡൗട്ട്സ്, നേരത്തെ പറഞ്ഞ പോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം, നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും.
അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പ്രോപ്പറായിട്ട് ഈ പറയുന്ന ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. നമ്മൾ തരുന്ന നോട്ട്സും MCQs എല്ലാം പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.